വലാ യതഅല്ലഖുൽ ഖിതാബു ബിഫഇലി കുല്ലി ബാലിഗിൻ. എല്ലാ പ്രായപൂർത്തിയായ ആളുടെ പ്രവൃത്തിയോടും ഖിതാബ്, അള്ളാഹുവിൻ്റെ ഖിതാബ്, ഖിതാബ എന്ന് പറഞ്ഞല്ലോ, ആ ഖിതാബ് എന്താണ്? ബന്ധപ്പെടുന്നതല്ല. കമായോലോ ഇമ്മാ സഹത്തി, പുറകെ വരുന്ന വിശദീകരണത്തിൽ നിന്നും എന്താണ് അത് അറിയപ്പെട്ടതുപോലെ എല്ലാ ബുദ്ധിയുടെ വകതിരിവുള്ള പ്രായപൂർത്തി എല്ലാവരുടെയും പ്രവൃത്തിയോട് എന്താണ് ഖിതാബ് ബന്ധപ്പെടില്ല. പുറകെ വരുന്ന ഒന്നുപോലെ എന്നോ പുറകെ വിഷയം പിന്നെ പരാമർശിക്കുന്നുണ്ട്, അതാ പറയാണ്. മിനിംതിനായി തക്ലീഫി, മിനിംതിനായി തക്ലീഫിൽ ഗാഫിലി, അത് ആക്കിലിനാണ് വന്നിരിക്കുന്നത്, അത് തിരിക്കണം കേട്ടോ. അൽ ഗാഫിൽ, മിനിംതിനായി തക്ലീഫിൽ ഗാഫിലിനാണ്. ഉസ്താദ് അവിടെ തിരുത്തൂല, ഉസ്താദിൻ്റെ രീതി അത് തിരുത്തൂല. അപ്പോൾ എല്ലായിടത്തും എന്ത് ഉണ്ടാവും? ഷറഹ് എഴുതി പോയിട്ടുണ്ടാവും മിക്കവാറും സ്ഥലങ്ങളിൽ. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അതിനർത്ഥം എന്താ? അവിടെ എന്തോ ഒന്ന് മാറി കിടപ്പുണ്ട് എന്നറിയാം. മനസ്സിലായോ? അത് അതിലൂടെ അതറിയും. മനസ്സിലായോ പറഞ്ഞ? ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സാധാരണ വീട്ടിലേക്ക് കയറി വരുന്ന ആളെന്ത് ചെയ്യും? അയാൾ സംസാരിക്കും. കയറി വരുന്ന ആളോട് വീട്ടുകാരടുത്ത് ഒന്ന് സംസാരിക്കുന്നത് അതിനർത്ഥം എന്താ? അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. ശരിയല്ലേ? ആ കൂടിക്കാഴ്ചയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള അല്ലെങ്കിൽ സാധാരണ കരുവായിരിക്കുക എന്നൊക്കെ പറയുമല്ലോ, എന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നും തിരുത്തൂല പ്രത്യേകിച്ച്. അപ്പോൾ അവിടെ ആക്കിൽ നിന്ന് കിടക്കുന്ന അത് അച്ചടി പശകാണ്, അത് ഗാഫിലാണ്. ഇംതിനായി തക്ലീഫിൽ ഗാഫിൽ, ഗാഫിലിനെ തക്ലീഫ് ചെയ്യൽ ഇംതിനാണെന്നതിനാണ്. ഗാഫിലിനെ തക്ലീഫ് ചെയ്യൽ എന്താണ്? ഇംതിനാൻ. വൽ മുൽജൈ, ആരെ? മുൽജൈനെ. ഗാഫിൽ എന്ന് വെച്ചാൽ അശ്രദ്ധൻ, ഉറങ്ങുന്നവനെ പോലെ. ഉറങ്ങുന്നവൻ ഉറങ്ങുന്ന സാഹചര്യത്തിൽ ആരാണ്? അവൻ ബാലികാണ്, ശരിയാണല്ലോ. പിന്നെ അവൻ ആരാണ്? ആക്കിലുമാണ്. അപ്പം ആ സന്ദർഭത്തിൽ നമുക്ക് എന്തില്ല? തക്ലീഫില്ല കേട്ടോ. ഗാഫില് വൽ മുൽജ, മുൽജയിനെ പോലെ. മുൽജ എന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മലയുടെയൊക്കെ മുകളിൽ നിന്ന് ഇടറി വീഴുന്ന ആൾ. ഒന്നും നിവൃത്തിയില്ല, പൊന്നോട്ടിയൊക്കെ താഴേക്കാണ്, ശരിയല്ലേ? ഇടറി വീഴുന്നവനാണ് മുൽജ കേട്ടോ. വൽ മുക്റഹ്, പിന്നെ ആരാ? ബലം പ്രയോഗിക്കപ്പെട്ടവൻ. ഒരുത്തനെ തോക്ക് ചൂണ്ടി ഒരു കത്തി ചൂണ്ടി ഇപ്പം കൊന്നോളെ എന്ന് പറഞ്ഞിട്ടാണ് കത്തി എടുത്ത് കുടിക്കാന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവൻ ആരാണ്? ആത്യന്തികമായി അവനെ ബാലികവുമാണ്, ആക്കിലുമാണ്. പക്ഷെ കേട്ടോ, അപ്പോൾ തക്ലീഫ് ആക്കിലിൻ്റെയും ബാലികിൻ്റെയും പ്രവൃത്തിയോട് ബന്ധപ്പെടാത്ത സാഹചര്യവും ഉണ്ട്. ആ പറഞ്ഞ ആക്കിലിൻ്റെ ബാലികിൻ്റെ എല്ലാ പ്രവൃത്തിയോടും, മനസ്സിലായില്ലേ? ആക്കിലിൻ്റെ ബാലികിൻ്റെ എല്ലാ ആക്കിലിനോടും ബാലിനോടും പ്രവൃത്തി തലത്തിൽ ഖിതാബില്ലാത്ത സാഹചര്യവും ഉണ്ട് കേട്ടോ. ആ സാഹചര്യമാണ് പറയുന്നത്. അതുപോലെ മിനിംതിനായി തക്ലീഫിൽ ഗാഫിലി, ഗാഫിലിനെ തക്ലീഫ് ചെയ്യൽ മുംതനിയാണ്, തടസ്സമാറുന്നതാണ്, തടസ്സം മാറുന്നതാണ്. വൽ മുൽജൈ, ഇടറി വീഴുന്നവൻ, മനസ്സിലായില്ലേ? വൽ മുക്റഹി, ബലം പ്രയോഗിക്കപ്പെട്ടവൻ, മറ്റൊരാളാൽ ബലം പ്രയോഗിക്കപ്പെട്ടവൻ ഒരിടത്തു നിന്നാണ് ഇടറി വീഴുന്ന ആൾ കേട്ടോ. വീഴപ്പെടുന്നയാളാണ് മുൽജ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എർജിഉ ദാലിക ഫി തഹ്ഖീഖി ഇലാ ഇന്തിഫാഇ തക്ലീഫിൽ ബാലി അൽ ആഖിൽ. ഇവിടെ തടസ്സമാണെന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഈ തടസ്സമാവുന്ന അവസ്ഥ അത് മടങ്ങുന്നതാണ് ഫി തഹ്ഖീഖി, യഥാർത്ഥത്തിൽ ഇലാ ഇന്തിഫാഇ തക്ലീഫിൽ ബാലിൽ ആഖിൽ. പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആളെ തക്ലീഫ് ചെയ്യൽ മുംതനി, അത് ഇന്തിഫാണ്, ഇല്ല, മനസ്സിലായില്ലേ? ഇല്ല എന്നതിലേക്ക് ഈ വസ്തുത മടങ്ങുന്നതാണ്. ഈ ബാലി അഹ്വാലിഹി, അവൻ്റെ ചില സാഹചര്യങ്ങളിൽ കേട്ടോ. പമ്മ ഖിതാബുൽ വള, ഇനി വേറെ വിഷയം, ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയം. ഖിതാബുൽ വള ആവുന്നത് അല്ലാത്തി, പുറങ്ങെ വരാൻ പോകുന്ന ഖിതാബുൽ വള. അപ്പോൾ അള്ളാഹുവിൻ്റെ മുക്കല്ലഫീങ്ങളോടുള്ള ഖിതാബ് അല്ലേ, അവൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെടുന്ന, അവന് മുക്കല്ലഫാണെന്ന സ്ഥിതിക്ക് അവനോട് പ്രവൃത്തിയോട് ബന്ധപ്പെടുന്ന ഖിതാബ്, അതിനെന്താ പറയണേ? ഹുക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുന്ന ഒരു ഖിതാബ് തന്നെയാണ് എന്താ? ഖിതാബുൽ വള. മനസ്സിലായില്ലേ? അതിനെ പറ്റിയാ പറയാം. അപ്പോൾ അമ്മ ഖിതാബുൽ വളയി, അപ്പോൾ ഖിതാബുൽ വള ആവുന്ന ലാത്തി, പുറകെ വരുന്ന ഖിതാബുൽ വള ആവുന്ന ഫലൈസ മിനൽ ഹുക്കുമി, അതിൽപ്പെട്ടതല്ല, ഹുക്കുമിൽപ്പെട്ടതല്ല. അൽ മുതാരിഫി,
ഉസൂലിങ്ങളുടെ ഇടയിൽ പരക്കെ അറിയപ്പെട്ട ഹുക്കുമിൽ പെട്ടതല്ല. കിതാബുൽ വല എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വരുന്ന സബബോ, മനസ്സിലായില്ലേ, ഷർത്തോ, ഒരു തടസ്സോ, ഇങ്ങനെ ചില ഘടകങ്ങളുണ്ടാവും. മനസ്സിലായോ? അതിനെന്താ പറയുക? കിതാബുൽ വല. അപ്പോൾ ആ ഹുക്കുമ് സംസ്ഥാപിക്കുന്നതിന് ഘടകമായി വയ്ക്കപ്പെട്ടിരിക്കുന്ന, താങ്ങായി വയ്ക്കപ്പെട്ടിരിക്കുന്ന, ഉപോത്ബലകമായി, കാരണമായി, നിബന്ധനയായി വയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ആണെന്താ? കിതാബുൽ വല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സബബായിട്ട് വരിക, സബബായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം സൂര്യൻ നട്ടുച്ചയ്ക്ക് ആകാശമധ്യത്തിൽ തെറ്റിയാൽ എന്ത് നിർബന്ധമാവുള്ളൂ? എന്ത് നിർബന്ധമാവുള്ളൂ? നമസ്കാരം. മനസ്സിലായോ? അപ്പം സെല്ല് ദോഹറ എന്നുള്ള ഓർഡർ അള്ളാൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അതിനൊന്നുണ്ട്, ഒരു സബബുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ സബബിന് അത്തരത്തിലുള്ള ഹുക്കുമിനാണ്, അത്തരത്തിലുള്ള കിതാബിനെന്ന് പറയാം കിതാബുൽ വല. അപ്പോൾ ഈ ഹുക്കുമ് സ്ഥാപിക്കുന്നതിനുള്ളൊരു ഘടകമാണ്. മനസ്സിലായോ? ഇപ്പോൾ വാപ്പ മരണപ്പെട്ടാൽ വാപ്പയുടെ സമ്പത്ത് മകന് കിട്ടും, ശരിയല്ലേ? പക്ഷെ ഈ മകൻ കാരണമായിട്ട് ആരും മരിച്ചത്? വാപ്പ മരണപ്പെട്ടു. തിരിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഈ വാപ്പയുടെ സമ്പത്തിന് മകൻ എന്തില്ല? അവകാശമില്ല. നോ, പറ്റൂല, തടസ്സം വരികയാണ്. അപ്പോൾ നിനക്ക് വാപ്പയുടെ സമ്പത്ത് അവകാശമില്ല, സമ്പത്തിൽ അവകാശമില്ല എന്നാണ് ഹുക്കുമ. ആ ഹുക്കുമിൻ്റെ എന്താണ് ഒരു ആണ് തടസ്സം? എന്താ? നീ പിതാവ് മരിക്കുന്നതിനെന്തായി കാരണം. മനസ്സിലായോ? അങ്ങനെ ചില ഹുക്കുമുകൾക്ക് സബബുണ്ടാവും, മൻ ഉണ്ടാവും, ഷർത്തുണ്ടാവും, പിന്നെ ബന്ധിക്കപ്പെട്ട ഘടകങ്ങൾ. മനസ്സിലായോ? അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞ കിതാബുൽ വല. ആ വിധി സ്ഥാപിക്കുന്നതിന് ഘടകമായി വന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അതെന്താണ്? പൊതുവെ ഉസൂലിങ്ങളുടെ ഇടയിൽ പരക്കെ അറിയപ്പെടുന്ന ഹുക്കുമിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് വരുന്നില്ല. അപ്പം ഞാൻ അതിങ്ങനെ ചുഴിഞ്ഞ് പറഞ്ഞു പിടിച്ചാൽ അതും ഒരു ഹുക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉസൂലികളിൽ പൊതുവെ പരക്കെ അറിയപ്പെട്ട ഹുക്കുമിൽ എന്താണ്? ഇതല്ലാത്ത മറ്റതാണ് കേട്ടോ. പ്രൈസമിൽ ഹുക്കുമിൽ മുത്താരിഫി അറിയപ്പെട്ട ഹുക്കുമിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല ഇഖ്താൽ വല. കമാ മഷാ അലൈഹിൽ മുസ്ലിം കേട്ടോ. മുസന്നിഫ് അതിൻ്റെ മേൽ നടന്നതുപോലെ കേട്ടോ. മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ഇത് ഹുക്കുമുൽ മുത്താരിഫ് അല്ല എന്ന് ആരും പറഞ്ഞിട്ടുണ്ട്? മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആലയും പറഞ്ഞിട്ടുണ്ട്. അമൻ ജഅലഹു മിൻഹു. ചില ഉസൂലി പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് ഈ ഖിതാബുൽ വലനെ എന്തിൽ പെടുത്തിയിട്ടുണ്ട്? ഹുക്കുമിൽ പെടുത്തിയിട്ടുണ്ട്. അമൻ ജഅലഹു മിൻഹു. അവൻ ചില പണ്ഡിതന്മാർ ജഅലഹു ഖിതാബുൽ വലനെ പെടുത്തിയിട്ടുണ്ട്. മിൻഹു ഇതിൽ ഹുക്കുമിൽ പെടുത്തിയിട്ടുണ്ട്. കമഖ്താറഹു ഇബ്നു ഹാജിബ്. അതിനെ മുഖ്താറാക്കിയതുപോലെ ആര്? ഇബ്നു ഹാജിബ് റഹ്മത്തുള്ളാഹി തആല അതിനെ മുഖ്താറാക്കിയതുപോലെ, അതിനെ പ്രബലമാക്കി എടുത്തതുപോലെ. സാദ. അങ്ങനെ ഈ ഖിതാബുൽ വലനെ കൂടി ഹുക്കുമിൽ പെടുത്തിയ ആൾക്കാർ മഞ്ചാലവും പെടുത്തിയ ആൾക്കാർ എന്ത് ചെയ്തു? ആൾക്കാർ സാദ ഫിത്തായിരിക്കും. സ്വാഭാവികമായും എന്ത് ചെയ്തു? ഈ ഹുക്കുമിനെ താരീഫ് പറയുന്നത് കൂട്ടി. ഇതിന് കൂട്ടി ഈ ഖിതാബുൽ വലനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? താരീഫിൽ എന്ത് ചെയ്തു? അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. സാദ ഫിത്താരീഫ് സാബിഖി. മുമ്പ് വന്നതായ ഹുക്കുമിൻ്റെ താരീഫിൽ എന്ത് ചെയ്തു? അവർ വർദ്ധിപ്പിച്ചു. മാ യദ്ഖുലുഹു. ആ ഒരു കാര്യത്തെ, ഒരു പദത്തെ, പദങ്ങളെ വർദ്ധിപ്പിച്ചു. യദ്ഖുലുഹു ഈ ഖിതാബുൽ വലനെ കൂടി പ്രവേശിപ്പിക്കുന്നു. അതിൽ ഹുക്കുമിൻ്റെ താരീഫിൽ ഖിതാബുൽ വലനെ കൂടി പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളെ കൂടി കൂട്ടിച്ചേർത്താണ് അവരെന്ത് ചെയ്യുന്നത്? ഹുക്കുമിൻ്റെ താരീഫ് പറഞ്ഞു. അച്ഛൻ കാല. എന്നിട്ട് ആ മഞ്ചാലവും ഈ ഖിതാബുൽ വലനെ കൂടി ഹുക്കുമിൽപ്പെടുത്തിയ ആൾക്കാർ പറഞ്ഞു ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫഇലിൽ മുകല്ലഫി ബിൽ ഇഖ്തിലായി അവി തഖീരി അവിൽ വലയി. അതിലെ അപ്പോൾ ഹുക്കുമെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ഖിതാബാണ് മുതഅല്ലിഖു ബിഫഇലിൽ മുകല്ലഫി. മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട അള്ളാഹിൻ്റെ ഖിതാബാണ്. എങ്ങനെ ബന്ധപ്പെട്ടത്? ബിൽ ഇഖ്തിലായി തേട്ടം കൊണ്ട്, ഫർള് സുന്നത്ത് പോലത്തെ തേട്ടം കൊണ്ട്. അവി തഖീരി അല്ലെങ്കിൽ എന്താണ്? ഇഷ്ടം പ്രവൃത്തികൾ. പഴം നിനക്ക് വേണമെങ്കിൽ കഴിക്കാതിരിക്കാം, ഈ വസ്ത്രം നിനക്ക് വേണമെങ്കിൽ ഇടാതിരിക്കാം. ആ നിലയ്ക്ക് മനസ്സിലായില്ലേ? ആ നിലയ്ക്ക് എന്താണ്? തഖീറായിട്ടും എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടത്, അള്ളാഹിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടത്. മനസ്സിലായില്ലേ? അതാണ് അള്ളാഹുവിൽ നിന്നുള്ള ഖിതാബ് മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടത്. അത് അജ്ജിന് പോയിക്കാന്ന് വരുന്നതാണ് പപ്പാളക്കാരൻ, പതിറ്റാണ്ടുകളായി. അവൽ വളയ്. പിന്നെ വളയിലാൻ, മനസ്സിലായില്ലേ? വളവ് കൊണ്ട് ഇപ്പം പറഞ്ഞു നമ്മൾ വളവ് പറഞ്ഞില്ലേ? ആ വളവ് കൊണ്ടും എന്താണ്?
മുക്കല്ലഫിന്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടത്. അപ്പൊ സൂര്യൻ ആകാശമതിന്റെ തെറ്റിയത് പക്ഷെ മുക്കല്ലഫിന്റെ പ്രവൃത്തിയോട് ബന്ധമുണ്ട് ഇല്ല. സൂര്യൻ ആകാശമതി തെറ്റിയപ്പോ നിങ്ങൾക്ക് എന്തായി? സൂര്യൻ എന്തായി? മനസ്സിലായില്ല. മുക്കല്ലഫിന്റെ പ്രവൃത്തിന് ആ നിലയ്ക്കൊരു ബന്ധമുണ്ട്. അങ്ങ് എത്ര അല്ലേ, എത്ര കിലോമീറ്റർ മുകളിലാണ് സൂര്യനുള്ളത്. അപ്പൊ അങ്ങനെ മുക്കല്ലഫിന്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഫിത്താഭേദോ അതെല്ലാം എന്താണ്? ഹുക്കുമാണ് എന്ന് ഇവർ താരിഫ് അങ്ങനെ പറഞ്ഞു. ലാക്കിന്നഹു ആ ലാ യശ്മിലു മിനൽ വളഇ മാ മുതഅല്ലിഖുഹു ഗൈറു ഫീലിൽ മുക്കല്ലഫി. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്താണ്? ആകാശമധ്യത്തിൽ സൂര്യൻ തെറ്റുന്നത് എന്താണ്? മുക്കല്ലഫിൻ്റെ പ്രവൃത്തിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഇവർ താരീഫ് പറഞ്ഞെങ്കിലും ഷാരി റഹ്മത്തുള്ളാഹി തആല പറയാം ലാക്കിന്നഹു എങ്കിലും നിശ്ചയമായും കാര്യം എങ്കിലും കാര്യം ലാ യശ്മിലു മിനൽ വളഇ. ഇപ്പോൾ വള എല്ലാവരും ഉൾപ്പെട്ട് വന്നല്ലോ. ഈ വളവ് ഉൾപ്പെട്ടിട്ട് ഒരു താരീഫ് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ താരീഫിന്റെ കൂട്ടത്തിൽ എന്താണ്? ഈ വളവ് ഉൾപ്പെട്ടെങ്കിലും ആ വളവിന്റെ കൂട്ടത്തിൽ എന്താണ്? ഈ താരീഫ് ഉൾപ്പെടുത്തുന്നില്ല. ഒന്നിനും ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ള എന്താണ്? മുതഅല്ലഖു അത് ബന്ധപ്പെടുന്ന ഇടമാവുന്നത് ഗൈറു ഫീലിൽ മുക്കല്ലഫി മുക്കല്ലഫിന്റെ പ്രവൃത്തി അല്ലാത്തതാണ്. നമ്മൾ പറയും സൂര്യനെ മുക്കല്ലഫിന്റെ പ്രവൃത്തിയായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഇടങ്ങാറായല്ലോ. എന്നുപോലെ അങ്ങനെ ബന്ധപ്പെടാൻ നിൽക്കുന്നതായ കിതാബുകൾ ഇതിൽപ്പെട്ടതല്ല. മനസ്സിലായോ? അങ്ങനെ ഒരു നിലപാടാണ് അവിടെ ഉള്ളത്. ലാക്കിന്നഹു ലാ യശ്മിലു മിനൽ വളഇ ഈ പറഞ്ഞ താരീഫ് ഉൾപ്പെടുത്തുന്നില്ല മിനൽ വളഇ വളയിൽ നിന്നും ഒന്ന് മുതഅല്ലഖു അതിന്റെ മുതഅല്ലഖ ഇടപെടുന്ന ബന്ധപ്പെടുന്ന ഇടമാവുന്ന ഗൈറു ഫീലിൽ മുക്കല്ലഫി മുക്കല്ലഫിന്റെ പ്രവൃത്തി അല്ലാത്തതാണ്. കസ്സവാലി ഇതുപോലെ സവാല് പോലെ സബബൻ ലി വുജൂബിൽ ളുഹുരി ളുഹുർ നിർബന്ധമാവുന്നതിനുള്ള സൂര്യൻ സവാൽ അതാണ്. സൂര്യൻ ആകാശമധ്യത്തിൽ തെറ്റ പോലെ അങ്ങനെയുള്ള കിതാബുൽ വള ഇതിലെന്തില്ല പെട്ടതല്ല കേട്ടോ. അങ്ങനെയാണ് അതിനൊരു ലാക്കിന്ന ഇസ്തിദ്റാക്ക് താരീഫ് വഴി എന്ത് ചെയ്തു പെട്ട് കാണുന്നത് എന്താണ്? ഇസ്തിദ്റാക്ക് അത് പുറത്തെടുത്താണ് കേട്ടോ. ഇത് അതിൽ പെട്ടതല്ല. കാരണം അതിൻ്റെ മുത്താലക്ക് എന്താണ്? മുക്കല്ലഫിന്റെ പ്രവൃത്തിയല്ല. അപ്പോൾ വാപ്പ മരണപ്പെടുന്നതിന് ഇവൻ കാരണക്കാരനായാൽ ഇവർക്ക് എന്തില്ല? വാപ്പയുടെ സ്വത്തിലെന്തില്ല? അവകാശം. അത് ഇവന്റെ കാരണമാണ്. ഇവൻ ഉണ്ടാക്കിയ കുഴപ്പം കാരണം വാപ്പ മരണപ്പെട്ടു. മനസ്സിലായ? അങ്ങനെയാണ്. ഒളുവ് എന്താണ്? ഷർത്താണ്. എന്തിൻ്റെ? നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഒളുവ് ഇവന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു താലക്ക് എന്തിനില്ല? സൂര്യൻ ആകാശമത്തിൽ നിന്ന് മാറുന്നതിന് ഇല്ല. അതുകൊണ്ട് അതുള്ളത് പുറത്താണ് കേട്ടോ. ലാക്കിന്നഹു ലാ യശ്മിലു മിനൽ വളഇ പക്ഷേ താരീഫ് ഉൾപ്പെടുത്തുന്നില്ല വളയിൽ നിന്നും ഒന്നിനെ മുതഅല്ലഖു അത് ബന്ധപ്പെടുന്ന ഇടമാവുന്ന ഗൈറു ഫീലിൽ മുക്കല്ലഫി മുക്കല്ലഫിന്റെ പ്രവൃത്തി അല്ലാത്തതാണ്. കസ്സവാലി സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് നീങ്ങുന്ന പോലെ കേട്ടോ. സബബൻ ലി വുജൂബിൽ ളുഹുരി എന്നതിന് കാരണമായിട്ട് ളുഹുർ നിർബന്ധമാവുന്നതിന് കാരണമായിട്ട് കേട്ടോ. വസ്താമൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉപയോഗിച്ചു കഗൈരിഹി മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാത്ത മറ്റു പണ്ഡിതന്മാരെ പോലെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉപയോഗിച്ചു സുമ്മയെ ഉപയോഗിച്ചു. അല്ല തമ്മ തമ്മ എന്ന് പുറകെ വരുന്നുണ്ട്. ആ തമ്മയെ ഉപയോഗിച്ചു ലിൽ മക്കാനിൽ മജാസി എന്താണ്? മജാസിയായ മക്കാന് വേണ്ടി. സമ്മ എന്ന് പറഞ്ഞാൽ ഇവിടത്തിൽ നിന്നാണ്. ഇവിടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലായില്ലേ? ഇവിടത്തിൽ നിന്ന് പറഞ്ഞാൽ ഇടമാലോ ഇപ്പോൾ സ്ഥലമാണ്. പക്ഷെ ഈ ഇബാറത്ത് വായിക്കുമ്പോൾ സ്ഥലമുണ്ടോ? ആശയപരമായ കാര്യങ്ങളിൽ പറഞ്ഞു പോണേ. അപ്പോൾ അവിടെ എന്താണ്? മക്കാന എന്ത് മക്കാന? മജാസ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇതിങ്ങനെ പറഞ്ഞു വരുന്ന ഈ പശ്ചാത്തലത്തിൽ മനസ്സിലായോ? അപ്പോൾ അത് മക്കാൻ മജാസിയാണ്. അപ്പോൾ അതെന്താണ്? ലിൽ മക്കാനിൽ മജാസി മജാസിയായ മക്കാന് വേണ്ടിയിട്ട് എന്താണ്? സമ്മയെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ഉപയോഗിച്ചു. ഇങ്ങനെ മറ്റു പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. കസീറൻ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഈ കിതാബിലും ഇതുപോലെ അവരുടെ രചനകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സമ്മ ഇങ്ങനെ മക്കാൻ മജാസികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യുബയ്യനു ഫീ കുല്ലി മഹല്ലിൻ ഈ സമ്മയെ വ്യക്തമാക്കപ്പെടുന്നതാണ്. ഫീ കുല്ലി മഹല്ലിൻ എല്ലായിടത്തും എവിടെയൊക്കെ ഈ കിതാബിൽ സമ്മ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെയെല്ലാം എന്ത് ചെയ്യും? അത് വ്യക്തമാക്കപ്പെടുന്നതാണ്. യുനാസിബു എന്തുകൊണ്ട് വ്യക്തമാക്കപ്പെടും? യുനാസിബു അവിടെ യോജിക്കുന്നതായ കാര്യത്തെ കൊണ്ട് എന്ത് ചെയ്യും? വ്യക്തമാക്കപ്പെടും. എന്താണ് ഇവിടെ സമ്മ എന്ന് പറഞ്ഞ അർത്ഥം? മനസ്സിലായില്ലേ? ആ കലാം പറഞ്ഞു വന്നപ്പോൾ അവിടുത്തെ തമ്മിയുടെ അർത്ഥം എന്താ?
അവിടുത്തെ സമ്മേളനത്വം എന്താ, ഇവിടുത്തെ എല്ലായിടത്തും മാവിനാശം. അതിനോട് യോജിച്ച ഒന്നുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ വ്യക്തമാക്കപ്പെടുന്നതാണ്. അപ്പം ഷാരി റഹ്മത്തുള്ളാഹി തആല മഹലി ഇമാം എന്ത് ചെയ്യും, ഈ അമിൻ തമ്മ എന്ന മുസ്ലിം ഉപയോഗിച്ച് അപ്പം എന്ത് ചെയ്യും, ഇതിൻ്റെ ഉദ്ദേശം അർത്ഥമില്ലാന്ന് പറയും കേട്ടോ. തമാശയെത്തി അത് അതാതിൻ്റെ ഇടങ്ങൾ അതെന്താണ് പുറകെ വിശദീകരണമാണ് വരുന്നത്. അപ്പോൾ കൗലുഹു ഹുന, അപ്പം മുസ്ലിം റഹ്മത്തുള്ളാഹി തആലയുടെ കൗലാവുന്നത് ഹുന, ഇവിടത്തുള്ള കൗലാവുന്നത് ഐ മിൻ ഹാദാ, അമിൻ തമ്മ. ശരി പറഞ്ഞെന്താ, അമിൻ തമ്മ, ഇവിടത്തിൽ നിന്നും എന്ന് വെച്ചാൽ ഐ മിൻ ഹുന, ഹുന എന്നാട്ടോ, മിൻ ഹുന, ഇവിടത്തിൽ നിന്നും എന്ന്. ഹുനേതാ അവ ഹുന, ഇവിടം എന്ന് വെച്ചാൽ ഹുന, ഇവിടമാവുന്നത് അന്നൽ ഹുക്കുമ, നിശ്ചയമായും ഹുക്കുമാവുന്നത്, വിധിയാവുന്നത് ഖിതാബുല്ലാഹി, എന്താണ് അത്, അള്ളാഹുവിൻ്റെ ഖിതാബാണ്. ഹുക്കും എന്താണ്, അള്ളാഹുവിൻ്റെ ഖിതാബ്. ഐ മിൻ അജലിദാലിക്ക, അക്കാരണത്താണ്. ോട്ടായി പറയുമ്പോൾ അവിടത്തിൽ നിന്ന് പറയില്ല, അവൻ സമ്മ അക്കാരണം. കിതാബ് കിതാബുള്ള അള്ളാഹിന്റെ കിതാബാണ്. മറ്റൊന്നും അല്ല, അള്ളാഹുവിന്റെ കിതാബാണ് ഹുക്കുമ എന്ന കാരണത്താൽ ഐ മിൻ അജലിദാലിക്ക, അക്കാരണത്താൽ എന്ന് അതിനെന്ത് ചെയ്യും, ഷോർട്ടിൽ നമ്മൾ പറയും കേട്ടോ. അക്കാരണത്താൽ നഖൂലു, നാം പറയുന്നു, ലാ ഹുക്കുമ ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല. ഹുക്കുമാർക്കുള്ളൂ, അള്ളാഹുവിന്. ശരിയല്ലേ? അപ്പം മുമ്പ് താരീഫ് എന്ന് പറഞ്ഞാൽ ഹുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് കിട്ടി, ഹുക്കുമാർക്കുള്ളൂ. ഓക്കെ, ലാ ഹുക്കുമ ഇല്ലാ ലില്ലാഹ്, അപ്പോൾ അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല. ഫലാ ഹുക്കുമ ലിൽ അഖ്ലി, ബുദ്ധിക്ക് എന്തില്ല, ഹുക്കുമില്ല. അപ്പോൾ ബുദ്ധിപരമായിട്ട് നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും ഒക്കെ സാധിക്കും. പക്ഷെ അതിൻ്റെ വിധി പവർ ആർക്കാണ്, മനസ്സിലായി? അപ്പോൾ അതിൻ്റെ വിധി വരുന്ന അള്ളാഹുവിന്. ലാ ഹുക്കുമ ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനുള്ള ഹുക്കുമില്ല. ഫലാ ഹുക്കുമ ലിൽ അഖ്ലി, എന്നില്ല അഖ്ലിനെന്തില്ല, വിധിക്കില്ല. അപ്പോൾ അഖ്ലി വിധിക്കുന്നു ചിലർ പറയേണ്ടി, മനസ്സിലായോ? അതങ്ങനെ പറയേണ്ടി വരുന്നു. ലാ ഹുക്കുമ ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല. ഫലാ ഹുക്കുമ ലിൽ അഖ്ലി, എന്താണ്, അഖ്ലിന് വിധിയില്ല, അഖ്ലിന് എന്തില്ല, വിധിയില്ല. വിഷയം ഒരു കാര്യത്തെ കൊണ്ട് ഒരു കാര്യത്തെ കൊണ്ടെന്താണ് എന്തില്ല, അഖ്ലിന് വിധിയില്ല കേട്ടോ. ഏതൊരു കാര്യത്തെ കൊണ്ടും വിധി ഹുക്കുമാർക്കാണ്, ഹുക്കുമെന്ന് ചെന്നാണ് കിതാബ്. അതുകൊണ്ട് ബുദ്ധിക്ക് യാതൊരു വിധിയില്ല. ഒരു കാര്യം എന്തിനാലാ, മിമ്മാസയത്തി കേട്ടാ, മുഅ്തസിലത്തിൽ നിന്നും പുറകെ വരുന്ന കാര്യത്തിൽ നിന്നും ഒരു കാര്യത്തെ കൊണ്ടും ആർക്ക് വിധിയില്ല, ബുദ്ധിക്ക് വിധിയില്ല. ബുദ്ധിക്ക് വിധി എല്ലാവർക്കാണ്, കേട്ടോ. പുറകെ വരുന്നതിനാണ് അൽ മുഅബ്ബറു അൻ ബാലി, അല്ല മുഅബ്ബരി അൻ ബാലി. അതിൽ ചിലതിനെ തൊട്ടെന്താണ് പദപ്രയോഗം നടത്തപ്പെടും ബിൽ ഹസൻ, ഹസനാണെന്നത് പദപ്രയോഗം നടത്തും. വൽ ഖുബഹ്, ചിലതിനെ കുറിച്ച് എന്ത് ചെയ്യും, ഖുബഹാണ് പദപ്രയോഗം. അപ്പോൾ ചിലതിനെ കുറിച്ച് ഹസന് അലി ഹുസ്ന് എന്ന് പറയും, പിന്നെന്താണ് ഖുബഹ് എന്ന് പറയും. അങ്ങനെ പറയുന്ന പുറകെ വരുന്ന കാര്യത്തിൽ അപ്പോൾ ബുദ്ധിക്ക് എന്താണ്, ആ കാര്യത്തെ ഹുസ്നായി തോന്നുന്നു, നല്ലതായി തോന്നുന്നു. അല്ലെ വേറെ ചില കാര്യത്തെ ബുദ്ധിക്ക് എന്ത് ചെയ്യുന്നു, ഖുബഹായി തോന്നുന്നു, അവിടെ ബുദ്ധി വിധിക്കും. അല്ല പറഞ്ഞേ, അവിടെ ബുദ്ധി വിധിക്കും, അത് ചെയ്യണം എന്നത് ഹുസ്നായിട്ട് ബുദ്ധിക്ക് തോന്നുന്നു, മനസ്സിലായ? അല്ല ചെയ്യണ്ടാത്ത ഹുസ്നായിട്ട് എന്താണ് ബുദ്ധിക്ക് തോന്നുവാണ്. അല്ല കുബഹ്, ചെയ്യുന്നത് കുബഹായിട്ട് തോന്നുവാണ്, അത് ബുദ്ധി വിധിക്കും. ചെയ്യാതിരിക്കുന്ന കുബഹായിട്ട് എന്നാര് പറയുന്നു, അപ്പോൾ അവരായിട്ട് നമ്മളിവിടെ തുറാക്കാവുക ഈ പോയിന്റ്, മനസ്സിലായി? പറഞ്ഞു മാസേത്തിയ ചെയ്യുന്നതിനാല പുറകെ വരുന്ന ചിലതിനാൽ, അല്ലെങ്കിൽ മുഴത്തസിലത്തിന് തൊട്ട് പുറകെ വരുന്ന ചിലതിനാൽ. അപ്പോൾ പൂർവ്വകാലത്തുള്ള ഒരു അവാന്തര വിഭാഗമാണ്. ഇവരുടെ ചില ഞൊട്ടിഞ്ഞുറങ്ങുകൾ പിടിച്ചിട്ടാണ് പിന്നെ ചില ആൾക്കാർ പുറകെ വേറെ പേരുകളിലും ചെയ്തത്, പിന്നെ മാറി പോയത്, മനസ്സിലായില്ല? മുഴത്തസിലത്തിനാൽ പുറകെ വരുന്ന കാര്യത്താൽ അൽ മുഅബ്ബരി അൻ ബാലി, അതിൽ ചിലതിനെ കുറിച്ച് ഇബാറത്തിലപ്പെടും, പദപ്രയോഗം നടത്തപ്പെടും. ബിൽ ഹസൻ എന്നുകൊണ്ട്, പിന്നെ പൽ കുബ എന്നുകൊണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒന്നിലും എന്താണ്
ബുദ്ധിക്ക് വിധിയില്ല. കാരണം വിധിയെല്ലാം ഹുക്കുമ് എന്താണ്? അള്ളാഹിൻ്റെ കിതാബാണ്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിഷയത്തിലുള്ള നിലപാടും തീർച്ചയും. കേട്ടോ? അസ്സലാമു അലൈക്കും.